ഈ ഡോക്ടറെ വെട്ടി എന്നതിന് പകരം ഡോക്ടർക്ക് വെട്ടേറ്റു എന്ന് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. സ്വാഭാവികമായ വാർത്ത കാണുന്ന ഏതൊരാൾക്കും ഡോക്ടറുടെ ഭാഗത്ത് വലിയ എന്തോ പിഴവ് സംഭവിച്ചിട്ട് ഡോക്ടറിനെ ഒരാൾ വെട്ടി എന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടാവുക. പക്ഷെ ഇതില് നമ്മൾ സമൂഹം ഡോക്ടർമാരോടൊപ്പം നിൽക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മളീ പലർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. 18 വയസ്സ് കഴിയുമ്പോഴാണ് ഒരാൾ MBBS അഡ്മിഷൻ കിട്ടിയിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് കയറുന്നത്. അന്ന് തൊട്ട് ഏതാണ്ട് ഒരു 4-5 വർഷക്കാലം അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും ട്രോമാറ്റിക്കായ പല എക്സ്പീരിയൻസുകളും എന്ന് പറഞ്ഞാൽ ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. ഇപ്പൊ നമ്മളീ പലരും തന്നെ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി കൈയെങ്ങാനും ചെറുതായിട്ടൊന്ന് മുറിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ശരീരഭാഗം വളരെ വികൃതമായ രീതിയിൽ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബോധം അപ്പം പോവും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ 2 വാളെങ്കിലും വെക്കും, അല്ലേ? ഇത്തരത്തിൽ പല രീതിയിൽ ഈ ചെറിയ പ്രായത്തിലെ കുട്ടികൾ ഇതെല്ലാം കണ്ട് പഠിച്ച് അവരെ മാനസികമായി പല തയ്യാറെടുപ്പുകളും നടത്തി അത്രയും വിദഗ്ധരായിട്ടാണ് ഒരു ഡോക്ടർ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നമ്മുടെ സമൂഹം ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് വേണം 95% മരണസാധ്യതയുള്ള ഒരു അസുഖത്തിന്റെ പേരിൽ ഒരു വൈകാരികമായി നമ്മൾ ഇടപെടുന്നതിന്റെ പ്രശ്നമാണ്. നമ്മുടെ കേരള സമൂഹത്തിന്റെ മറ്റൊരു പ്രശ്നമാണ്, നമ്മളെല്ലാം വൈകാരികമായി അങ്ങ് ഇടപെടും. മരണത്തെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറയുന്ന ഞാനായാലും ശരി, നമുക്ക് ഇമോഷണലി പല വൾണറബിലിറ്റീസ് ഉണ്ടാവും. പക്ഷേ അത് മറ്റൊരാളിന്റെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവന് ഹാനി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു തരത്തിലും മാറാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്നത് വളരെ നന്നായിരിക്കും. ഡോക്ടർമാരെ മറ്റാര് ചേർത്ത് പിടിച്ചില്ലെങ്കിലും TRP റേറ്റിംഗിനും മറ്റും വേണ്ടി മാധ്യമങ്ങൾ ഒരു കാരണവശാലും ഡോക്ടറിന്റെ ഒപ്പം നിൽക്കില്ല. അതങ്ങനെയാണ്. ഡോക്ടർ എന്ന് പറയുന്ന പദവി വലിയ എന്തോ പദവിയാന്നുള്ള ധാരണ നമ്മുടെ സമൂഹത്തിന് പൊതുവേ ഉണ്ട്. അപ്പോൾ നമ്മളെങ്കിലും ഡോക്ടേഴ്സിനെ ചേർത്ത് പിടിക്കണം. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഒരുപാട് ജീവനുകൾ രക്ഷിക്കുന്ന ആൾക്കാരാണ്.